ഇനി നമ്മൾ ബിസിനസ് പ്ലാനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ഫീസിബിൾ ആവുമോ എന്നുള്ളത് നമ്മൾ അനാലിസിസ് ചെയ്യാറുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? അതിൽ വല്ല ഇമ്പോർട്ടൻസ് ഉണ്ടോ? നമുക്ക് വെറുതെ ഒരു പ്രൊജക്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഐഡിയ അത് നടപ്പിലാക്കിയാൽ പോലെ അത് ഫീസിബിൾ ആവുമോ എന്നുള്ളത് നമ്മൾ ചെയ്യണം. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? എന്തൊക്കെയാണ് ഒരു ഫീസിബിലിറ്റി അനാലിസിസിൻ്റെ കോമ്പോണൻസ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെലവൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ FPA അഥവാ PFA എന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. PFA ചോദിക്കാറുണ്ട്, ഡീറ്റെയിൽഡ് പ്രൊജക്ട് DPAയും ചോദിക്കാറുണ്ട്. DPAയും FPAയും നിങ്ങൾ രണ്ടും നോക്കണം. ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടും എന്താണ്, അതുപോലെ തന്നെ പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് നമ്മളോട് ചോദിക്കാറുണ്ട്. എന്താണ് പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ പ്രിലിമിനറി ഇവാലുവേഷൻ ഓഫ് ബിസിനസ് ഐഡിയാസ് conducted to determine whether the idea is worth pursuing, and feasibility study is conducted even before commencement of a formal business plan. ഒരു ഫോർമൽ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഈ ഒരു ബിസിനസ് ഐഡിയ നമുക്ക് വർത്താണോ, നമുക്കിത് നടപ്പിലാക്കാൻ സാധിക്കോ എന്നതിൽ അതിൻ്റെ ഫീസിബിലിറ്റി എത്രമാത്രം അനുയോജ്യമാണ് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വയബിൾ ആണോ, ഇത് നമുക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇത് നമുക്ക് വർത്ത് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ സാധിക്കും? പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്തരം നമ്മൾ നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് മാക്സ് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് എത്രമാത്രം ഇതിന് പ്രശ്നങ്ങൾ ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യാനുണ്ടോ എന്നുള്ള ആ ഒരു റിസ്ക് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസിലൂടെ സാധിക്കും. മറ്റൊന്ന് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ആണ്. അതായത് നമ്മളൊരു നല്ലൊരു അടിപൊളി ടീമിനെ വെച്ചിട്ട് നമ്മൾ PFA ചെയ്യിച്ചിട്ടുണ്ട്. പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം എന്താണ്, ഇന്ന ടീം XYZ എന്ന് പറഞ്ഞ ടീം വലിയൊരു ബിസിനസ് കൺസൾട്ടൻസ് ആണ്, അവരാണ് ഇതിന്റെ പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് സക്സസ് ആവുന്നത് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ്, എന്തൊക്കെ കോമ്പോണൻസ് ആയിരിക്കും ഉണ്ടാവുക, എന്തൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം അതിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ ഒരു ബിസിനസ് ഈ ഒരു കറണ്ട് സ്റ്റേജിൽ ഇങ്ങനെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് സിറ്റുവേഷൻ, ടെക്നോളജി ബേസ്ഡ് നമുക്ക് ചെയ്യാൻ സാധിക്കോ, ഇതിൽ എത്രമാത്രം ഹാർഡ്വെയർ ആവശ്യമാണ്, സോഫ്റ്റ്വെയർ ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ മെഷീനറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണോ, എന്തൊക്കെ സിസ്റ്റംസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, അത്തരത്തിലുള്ള ഒരു ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി അനാലിസിസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുക. അതാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് നമ്മൾ ചെയ്യും. അതായത് നമ്മളുടെ മാർക്കറ്റബിലിറ്റി എത്രമാത്രം ഉണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ പ്രൊഡക്റ്റ് എന്ന് കഴിഞ്ഞാൽ ഇത് എത്രമാത്രം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ മാർക്കറ്റബിലിറ്റി നമ്മൾ നോക്കും. കാരണം നമുക്ക് മാർക്കറ്റിലോട്ട് കറക്റ്റ് നമുക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും, അത് നമ്മുടെ ബിസിനസ് തന്നെ ഡംപ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫുൾ മാർക്കറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ നോക്കി, കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് പാറ്റേൺസ് നോക്കി, അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫൈനാൻഷ്യൽ അനാലിസിസ് ചെയ്യും. അതായത് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം നമുക്ക് എന്ത് വരും, നമുക്ക് കാര്യങ്ങൾ വരും, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എത്രമാത്രം ഫണ്ട് കാര്യങ്ങൾ നമുക്ക് വരും, എത്രമാത്രം നമുക്ക് എക്സ്പെൻസ് ഉണ്ടാവും, ഏതൊക്കെ നമുക്ക് ഫണ്ട് കിട്ടും, എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും, കറണ്ട് സിറ്റുവേഷൻ നമുക്കിത് ചെയ്യാൻ സാധിക്കോ എന്നുള്ള ഫൈനാൻഷ്യൽ അനാലിസിസ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് ഈ എൻവയോൺമെന്റ് അനാലിസിസ്. ഈ ഒരു ബിസിനസ് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തൊക്കെയാണ് നമുക്ക് അവിടെ ഉണ്ടാവുക. ഈ എൻവയോൺമെന്റ് അനാലിസിസ് ചെയ്യുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട ടൂളാണുള്ളത്. ഒന്ന് സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ട് അനാലിസിസും, പിന്നെ ഒന്ന് പെസ്റ്റിൽ അനാലിസിസും ആണുള്ളത്. പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടർ. പെസ്റ്റിൽ അനാലിസിസും ഈ രണ്ടെണ്ണം ഓർത്ത് വയ്ക്കാം. പെസ്റ്റിലും അതുപോലെ തന്നെ സോട്ടും അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പെസ്റ്റിലും
അതുപോലെ തന്നെ സോട്ടും. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതും കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നോക്കി വെക്കുക കേട്ടോ. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കോമ്പോണൻസ് എന്ന് പറയുന്നത്.